മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. ഇരുചക്രവാഹനത്തിൽ ഡിൽജയും മകനും യാത്ര ചെയ്യുമ്പോഴാണ് ഇന്നലെ രാത്രി 11 മണിയോടെ പടയപ്പ ആക്രമിച്ചത്. ഡിൽജയെ പടയപ്പ എടുത്തെറിഞ്ഞു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, പടയപ്പ ആദ്യകാലങ്ങളിലൊക്കെ ഒരു സമാധാനത്തോടെ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ആന വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഒരു സ്ത്രീക്ക് നേരെയുണ്ടായ ആക്രമണം. ഇത് പടയപ്പയ്ക്ക് മതപ്പാട് ഉണ്ട്. ഫെബ്രുവരി ആദ്യം മുതൽ ഇത് മതപ്പാടിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് മനസ്സിലാക്കിയിട്ടുള്ളതും അതിനെ നിരീക്ഷിച്ചു വരികയുമാണ് വനംവകുപ്പ്. പക്ഷേ ഈ രാത്രികാലങ്ങളിൽ ദേശീയപാതയിലടക്കം സംസ്ഥാന പാതയിലടക്കമൊക്കെ ഇത് ആന ഇറങ്ങി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ ഭീതിയും ഭയപ്പാടും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാഹനം, ഒരു ടെമ്പോ ട്രാവലർ ഏതാണ്ട് പൂർണ്ണമായും തകർത്തിരുന്നു. ഇന്നലെ രാത്രിയിലാണ് 11 മണിയോടെ ഈ സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ സ്വദേശിയായ ദിൽജയും മകൻ ബിനിലും മറയൂരിലേക്ക് പോകുന്ന വഴി ബൈക്കിൽ പോകുന്ന വഴിക്കാണ് ഈ പടയപ്പയുടെ മുന്നിൽ അകപ്പെടുകയും അവർ പെട്ടെന്ന് വാഹനം നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ദിൽജയെ പടയപ്പ എടുത്തെറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇടുപ്പല്ലിനടക്കം ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ട്, പൊട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതര പരിക്കാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മകൻ ബിനിൽ എന്നാൽ ആ സമയത്ത് ഓടി രക്ഷപ്പെടാൻ മാറിയതോടുകൂടി മറ്റ് ആക്രമണം ബിനിലിനെതിരെ ഉണ്ടായില്ല. പക്ഷേ ഈ ദിൽജയ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10-11 മണിയോടുകൂടി പടയപ്പ ഈ മറയൂർ മൂന്നാർ പാതയിൽ വാഗൂരയ്ക്ക് സമീപത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വാഹനങ്ങൾ തടയുകയും വലിയ തോതിൽ അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇവർ ഇതുവഴി ബൈക്കിൽ മറയൂരിലേക്ക് സഞ്ചരിച്ചത്. മറയൂരിലെ ഒരു സ്കൂളിന്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ ജോലിയുടെ സംബന്ധമായാണ് ഇവർ പോയത്. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇവർ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ ഈ ജോലി സംബന്ധമായ കാര്യത്തിനു കൂടിയാണ് ഈ മറയൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പടയപ്പയ്ക്ക് മുന്നിൽപ്പെടുകയും ഇവർ അവിടെ നിന്ന് പടയപ്പ ആക്രമിക്കാൻ വരുമ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ ആണ് ഈ സംഭവം. ദിൽജയെ പടയപ്പ എടുത്തെറിഞ്ഞു എന്നുള്ളതാണ്, തുമ്പിക്കൈ എടുത്തെറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വീണ് പരിക്കേറ്റതാണ് ഈ ഇടുപ്പലിന് പൊട്ടലുണ്ടായത്. തുടർന്ന് തന്നെ കോതമംഗലത്ത് നിന്നുള്ള ആശുപത്രിയിലേക്ക് വനംവകുപ്പിന്റെ ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ദിൽജയുടെ സ്വദേശമായ തൃശ്ശൂരിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ദിൽജയ്. ആൽവിൻ, ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സംഭവം നടക്കുമ്പോഴുള്ള ആ ദൃശ്യങ്ങളാണ്. ആൽവിൻ, തുടരാം. ഇവരെ ഈ സംഭവം നടക്കുമ്പോൾ ഈ മകൻ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഉടൻ തന്നെ ഡിൽജയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതല്ലേ? കൂടുതൽ ആളുകളും എത്തിയിരുന്നു. പെട്ടെന്ന് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്തി. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പടയപ്പ അവിടെ ഒരു തടി ലോറി തടിയുമായി കയറി വന്ന ഒരു ലോറി തടയുന്ന ദൃശ്യങ്ങളാണ്. ആ ലോറിക്കെതിരെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിത് കാണുന്നത്. ഈ സമയത്ത് ഇതിന് തൊട്ടു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരെ ആളുകൾ പെട്ടെന്ന് കൂടുകയും മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഫോറസ്റ്റിൽ വിവരം അറിയിക്കുകയും ചെയ്തതോടെ ഫോറസ്റ്റുകാരും ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഇവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം വരികയും ഫോറസ്റ്റിന്റെ ആംബുലൻസിൽ, വനംവകുപ്പിന്റെ തന്നെ ആംബുലൻസിൽ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് അറിയുന്നത്. ഈ മകന് ബിനിൽ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇവിടെ ആ സമയത്ത് പെട്ടെന്ന് മകനെ സംബന്ധിച്ച് മകൻ ഓടി പോയെങ്കിലും അമ്മ ദിൽജയ്ക്ക് ഈ കാട്ടാനയുടെ പടയപ്പയുടെ കയ്യിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെ തുമ്പിക്കൈക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും ഇത്തരം ആക്രമണ സ്വഭാവമായി പടയപ്പ ഈ ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആൽവിൻ, ഇപ്പോഴും ഈ പടയപ്പ എന്ന ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെ, തീർച്ചയായും. ഈ പ്രത്യേക RRT സംഘം പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. കാര്യം ഈ മതപ്പാടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലും ഈ ഫെബ്രുവരി സമയത്തും ഇതുപോലെ പടയപ്പയ്ക്ക് മതപ്പാടുണ്ടായിരുന്നു. ആ മതപ്പാടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഫെബ്രുവരി ആയപ്പോഴും ഇതുപോലെ തന്നെ മതപ്പാടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. അവരതുകൊണ്ട് തന്നെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നതിന് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ഒറ്റക്കൊമ്പനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒറ്റക്കൊമ്പനെയും ഇതുപോലെ തന്നെ മൂന്നാർ മേഖലയിൽ വലിയ ഭീതി പടർത്തുന്നുണ്ട്. അതിനെയും നിരീക്ഷിക്കുന്നതിന്
പ്രത്യേക ആറാത്തി സംഘം നിലവിലുണ്ട്. അവർ നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ പലപ്പോഴും പടയപ്പ ഈ സംസ്ഥാന പാതയിലേക്കും ദേശീയപാതയിലേക്കും ഒക്കെ ഇറങ്ങി ഉള്ള ആക്രമണ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ പാതകളിലേക്ക് ആളുകൾ പോകുന്ന വഴിയിലേക്ക് ശരി, ആൽവിൻ, ഇറങ്ങി ഏറെ നാളായി ഇടുക്കി മൂന്നാറിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന പടയപ്പ എന്ന ആന ഏറ്റവും ഒടുവിൽ ഡിൽജ എന്ന സ്ത്രീയെ കൂടി ആക്രമിച്ചിരിക്കുന്നു. ഇരുചക്രവാഹനത്തിൽ മകനുമൊത്ത് പോകുമ്പോഴാണ് ഡിൽജയെ ഈ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിഞ്ഞത്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.